വായന ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വായന എന്ന് വെച്ചാൽ നിയമപുസ്തകം മാത്രമല്ല വായന. നിയമം എന്ന് വെച്ചാൽ വാക്വത്തിൽ നിന്നുണ്ടാകുന്നതല്ല. സൊസൈറ്റിയിൽ നിന്ന് തന്നെ സൊസൈറ്റിയുടെ ആസ്പിറേഷൻസ് ഇല്ലെങ്കിൽ നീഡ്സ് അതിൽ നിന്നുണ്ടാകുന്നതാണ്. അതിനെ ഒരു സോൾവ് ചെയ്യാൻ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് നിയമം എന്നുള്ളത്. അപ്പോൾ നിയമപുസ്തകം മാത്രം വായിച്ചുകൊണ്ട് ഒരു അഭിഭാഷകൻ ഒരു കംപ്ലീറ്റ് അഭിഭാഷകനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ഇത്തരണത്തിൽ ഓർക്കുന്നത് ഡെന്നിങ്ങിൻ്റെ പല ജഡ്ജ്മെൻറ്റുകളിലും അദ്ദേഹം പല വഴിയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ബൈബിള് അങ്ങയുടെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി ബൈബിളിൽ ചിലപ്പോൾ ഒരു സംഭവം ഇല്ലെങ്കിൽ ബൈബിളിലൊരു കൊട്ടേഷൻ അതല്ലെങ്കിൽ ടോൾസ്റ്റോയുടെ കഥ, മനസ്സിലായില്ലേ? ഇതിനൊക്കെ ഇൻസ്പിറേഷൻ അതൊക്കെ എന്ന് വെച്ചാൽ അത് വെച്ച് ഡിസൈഡ് ചെയ്യണമെന്നല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ചില ടൈമിൽ ഇപ്പോൾ ഒരു ബൈബിളിലെ പഴയ നിയമത്തിൽ ആമോസ് 4:24 എനിക്ക് വളരെ കാച്ചിങ് ആയ ഒരു സുഭാഷിതമാണ്. ജസ്റ്റിസ് ഷാൽ ഫ്ലോ ലൈക്ക് സ്ട്രീം ഓഫ് വാട്ടേഴ്സ്. അത് ശരിക്കും നോക്കിയാൽ അത് വെറുതെ ഒരു സെൻറ്റൻസാണ്, പക്ഷെ അതിന് എത്ര തലങ്ങളുണ്ട്. ഞാനൊരു കേസിൽ കോടതിയിൽ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ഒരു കട്ട് ചെയ്ത് ആളുടെ പേര്